ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എറണാകുളം സെൻറ്റർ ടീച്ചേഴ്സ് ഓഫ് ഫെയ്ത്ത് റിട്രീറ്റിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ബോധപൂർവമാണ് ടീച്ചേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് ഉപയോഗിച്ചത്. കാരണം അച്ഛന്മാരും സൺഡേ സ്കൂൾ അധ്യാപകരും അവർ ചെയ്യുന്നത് രണ്ടുപേരും വിശ്വാസത്തെ പങ്കുവെക്കുകയും പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻ ദാറ്റ് റെസ്പെക്ട് ബോത്ത് അച്ഛൻസ് ആൻഡ് ദ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആർ ടീച്ചേഴ്സ് ഓഫ് ഫെയ്ത്ത്. ഈ ഒരു റിട്രീറ്റിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അവസരം നൽകിയത് അധ്യാപകർ കമ്മിറ്റി, അതിൻ്റെ ചുമതലക്കാർ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജേക്കബ് അച്ഛനോടും അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയ സ്നേഹിതൻ എബിയോടും സെൻറ്ററിലെ എല്ലാ അച്ഛന്മാരോടും അധ്യാപക ചുമതലക്കാരോടുമുള്ള നന്ദി പ്രത്യേകം ഞാൻ അറിയിക്കും. കൂടുതൽ മുഖവരകളോ മുഖസ്തുതികളോ ഒന്നും ഇല്ലാതെ നമ്മൾ എന്തിനാണോ ചേർന്ന് വന്നിരിക്കുന്നത് ആ ചുമതല നിങ്ങളോട് ചേർന്ന് നിർവഹിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചു തുടങ്ങണമെന്നാണ് മനസ്സിൽ കരുതിയിരുന്നത്. ആ ചോദ്യം കൂടുതൽ വിസ്തരിച്ച് ചോദിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. കാരണം പ്രിയപ്പെട്ട നിജു അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറിൻ്റെ ഉദാഹരണം അച്ഛൻ്റെ ഒരു ഇടവക ശുശ്രൂഷയുടെ അനുഭവത്തിൽ അച്ഛൻ പറഞ്ഞല്ലോ. അതുതന്നെ ചോദിച്ചു തുടങ്ങണമെന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ റിട്രീറ്റിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട് ആർ യു ബോൺ ടു ബി എ സൺഡേ സ്കൂൾ ടീച്ചർ? നിങ്ങളൊരു സൺഡേ സ്കൂൾ അധ്യാപകനോ അധ്യാപികയോ ആകാൻ ജനിച്ചവരാണോ? ആർ യു ബോൺ ടു ബി എ സൺഡേ സ്കൂൾ ടീച്ചർ? 2007 ഇന്ത്യയിൽ ഏറെ ചർച്ച ചെയ്ത ഒരു ഹിന്ദി സിനിമയാണ് താരെ സമീൻ പർ. നിങ്ങൾ വിചാരിക്കും, ഒരു സൺഡേ സ്കൂൾ റിട്രീറ്റിന് ഒരു സിനിമാ കഥ പറഞ്ഞു വേണോ തുടങ്ങാൻ? ആരുടെയെങ്കിലും രോഗം മാറിയതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്ന ഒരു അത്ഭുത പ്രവൃത്തി വേണ്ടേ പറയാൻ? ഒരു പക്ഷെങ്കിൽ എൻ്റെ ആത്മീയ നിലവാരം നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അത്രയ്ക്ക് വലുതല്ലാത്തത് കൊണ്ടാവാം ഞാൻ എന്തായാലും ഈ ഒരു സിനിമാ കഥ പറഞ്ഞു തുടങ്ങാം. കഥ പറയുന്നില്ല, നിങ്ങളെല്ലാവരും കണ്ടതാണ് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ പോയി കാണുക, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപക സ്ഥാനം രാജിവെക്കുക. ഒരു അധ്യാപകൻ എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകാൻ ജനിച്ചയാൾ, യാദൃച്ഛികമായി അധ്യാപകനായയാൾ, ഇവർ തമ്മിലുള്ള വ്യത്യാസം. സോ ഇഫ് യു വാച്ച് ദാറ്റ് ഫിലിം യു ക്യാൻ മേക്ക് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ who is a teacher by accident and who is born to be a teacher. ഒരു അധ്യാപകനാകാൻ ജനിച്ചയാളും അബദ്ധത്തിൽ അച്ഛൻ അധ്യാപകനായ ആളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആ സിനിമ കാണുമ്പോൾ വളരെ വ്യക്തമാണ്. 8 വയസ്സുള്ള ഇഷാൻ എന്ന ഒരു പയ്യൻ, അവന് ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. ഡിസ്ലെക്സിയ എന്നാണ് ആ ഒരു പ്രത്യേക അവസ്ഥയുടെ പേര്. ഹി ഈസ് എ ഡിസ്ലെക്സിക് ചൈൽഡ്. എന്നാൽ അവൻ ഒത്തിരി അധികം തെറ്റിദ്ധരിക്കപ്പെട്ടു സ്കൂളിലും കൂട്ടുകാർക്കിടയിലും. അപ്പോഴാണ് ആ കുട്ടിയെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ ആ കലാലയത്തിൽ ഉണ്ടാവുകയും അത് അവന്റെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുകയും ചെയ്തു. ഈ സിനിമ കാണുമ്പോൾ കണ്ടിട്ട് നമ്മളോട് തന്നെ ചോദിക്കണം, ആം ഐ എ സൺഡേ സ്കൂൾ ടീച്ചർ ബൈ ആക്സിഡന്റ് ഓർ ബൈ കമ്പൽഷൻ, ഓർ ആം ഐ ബോൺ ടു ബി എ സൺഡേ സ്കൂൾ ടീച്ചർ? ഈ ഒരു റിട്രീറ്റ് തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം
ഇതാണെന്ന് ഞാൻ കരുതുകയാണ്. നിജു അച്ഛൻ ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സൺഡേ സ്കൂൾ ടീച്ചർ ആരാണ്? നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ആലോചിക്കുക. ഒരു 10-20 ടീച്ചേഴ്സ് എങ്കിലും നിങ്ങളെ വിവിധ ക്ലാസ്സുകളിൽ VBSനും സൺഡേ സ്കൂളിലും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ്? അന്ന് കൊട്ടേഷൻ കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്ന ടീച്ചർ ഏതാണ്? അല്ലെങ്കിൽ ഏത് ടീച്ചറിനെയാണ് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എടുത്ത് കിണറ്റിയിടണമെന്ന് തോന്നിയത്? ഇതൊക്കെ നിങ്ങൾക്ക് തോന്നി കാണത്തില്ലായിരിക്കും, എന്നാൽ ആർക്കെങ്കിലും ഒക്കെ തോന്നിക്കാണും. എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു 20 അധ്യാപകർ സൺഡേ സ്കൂളിൽ VBSൽ പഠിപ്പിച്ചിട്ടും ഒരു പ്രത്യേക അധ്യാപകനോ അധ്യാപികയോ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം സ്വന്തമാക്കിയത്? എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഒരു 20 കൊല്ലം കഴിഞ്ഞ് ഇതുപോലെ ഒരു റിട്രീറ്റിൽ, എറണാകുളം സെന്ററിന്റെ റിട്രീറ്റിൽ, അന്നത്തെ അധ്യാപകരായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളായിരിക്കുന്നവരോട് ഈ ചോദ്യം അന്ന് പ്രസംഗിക്കുന്ന ഒരാൾ ചോദിച്ചാൽ, ഇപ്പോൾ ഈ റിട്രീറ്റിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് പറയുമോ? അങ്ങനെ പറയുമോ എന്ന് നിങ്ങൾ വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട, നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി. അങ്ങനെ ഒരിക്കലും പറയാൻ സാധ്യതയില്ലെങ്കിൽ 2 ഓപ്ഷൻസ് ആണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കാനുള്ളത്. ഒന്നുകിൽ അങ്ങനെ ആകാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഈ പണി നിർത്തുക. ഈ പ്രിയപ്പെട്ട സ്കറിയ ജോണച്ചനെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ എൻ്റെ സീനിയറാണ്. കണ്ടാൽ ഞാനാണ് സീനിയർ എന്ന് തോന്നുമെങ്കിലും അച്ഛനായിരുന്നു ശരിക്കും ഞങ്ങളുടെ സെമിനാരിയിൽ സീനിയർ. ഞങ്ങൾ വന്ന സമയത്ത് അന്ന് പ്രിൻസിപ്പൽ ആയിരുന്ന, ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വാങ്ങിപ്പോയ MV എബ്രഹാം അച്ഛൻ ഞങ്ങളോടൊരു കാര്യം ഇടയ്ക്ക് പറയുമായിരുന്നു. അച്ഛൻ പറയുന്നത്, അച്ഛന്മാരുടെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ് എന്നൊരു ദിവസം അച്ഛൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ചോദിച്ചു. അപ്പൊ ഈ അഡ്മിഷൻ കിട്ടിയപ്പോഴേ ഏത് പ്രായത്തിലാണ് റിട്ടയർ ചെയ്യുന്നുള്ളതെല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ചോദിക്കാത്ത താമസം ഓട്ടൻ ഞങ്ങൾ മറുപടി പറഞ്ഞു 65. അപ്പോൾ അച്ഛൻ പറഞ്ഞു അല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത്. ഭരണഘടനയിൽ അങ്ങനെ പലതും എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് അച്ഛൻ പറയുന്നു, എന്നാണോ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഉത്സാഹത്തോടെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നത്, എന്നാണോ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ജനത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നത്, then you must quit. Don't wait for 65. ഈ ചോദ്യം തന്നെ എനിക്ക്, അല്ലെങ്കിൽ ഇതേ കാര്യം തന്നെ എനിക്ക് സൺഡേ സ്കൂൾ അധ്യാപകരോടും പറയാൻ താല്പര്യമുണ്ട്. 70 വയസ്സാണ് റിട്ടയർമെന്റ്. അതുവരെ കാത്തു നിൽക്കണോ? നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ ഉത്സാഹത്തോടെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമാവുന്നില്ല എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ, അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ ഈ പണി നിർത്തുക എന്നുള്ളതാണ്. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞ് യേശുവിന്റെ കയ്യിൽ നിന്ന് അപ്പക്കഷണവും വീഞ്ഞും വാങ്ങി പുറത്തേക്ക് പോയപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മനോഹരമായ ഒരു വാചകം യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, I wish he were not born.
ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു മനുഷ്യനെ കുറിച്ച് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ ഒരു പ്രയോഗമാണ് ഐ വിഷ് ഹി വെർ നോട്ട് ബോൺ. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പറയുമോ ഐ വിഷ് ഹി ഓർ ഷീ വെർ നോട്ട് മൈ സൺഡേ സ്കൂൾ ടീച്ചർ, ഓർ ഐ വിഷ് ഹി ഓർ ഷീ വെർ മൈ സൺഡേ സ്കൂൾ ടീച്ചർ? ആ സാറ് എന്റെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ടീച്ചർ എന്റെ സൺഡേ സ്കൂൾ അധ്യാപിക അല്ലായിരുന്നു എങ്കിൽ. സോ ദീസ് ആർ ദ ടു പോസിബിൾ കോമെന്റ്സ് യുവർ ചിൽഡ്രൻ കുഡ് മേക്ക്. Either they would say, I wish he or she were not my Sunday school teacher. മറ്റൊരു സാധ്യത, ആ ടീച്ചർ എന്റെ ക്ലാസ്സിൽ വന്നിരുന്നെങ്കിൽ. നമ്മളൊരു സൺഡേ സ്കൂൾ അധ്യാപകനായത് അബദ്ധത്തിലാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പറയും ഏതു നേരത്താണോ ഈ ക്ലാസ്സിൽ വരാൻ തോന്നിയത്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം അധ്യാപകര്, ഞങ്ങൾ അച്ഛന്മാര്, നമ്മൾ ആരും ജനിച്ചപ്പോഴേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നിരുന്നത്, ആണോ? പക്ഷെ നമ്മുടെ സൺഡേ സ്കൂളിലെ ഇരിപ്പും ഭാവവും, ഞങ്ങൾ അച്ഛന്മാര് പ്രസവിക്കപ്പെടുത്ത നിപ്പും ഒക്കെ കണ്ടാൽ ജനിച്ചപ്പോഴേ ഇതുപോലെ ഒരാളായിട്ടാണ്. ഒന്നുമല്ല, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കുസൃതി കാണിച്ചിട്ടുണ്ട്, നമ്മുടെ അധ്യാപകരെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്യാപകരെ വെറുത്തിട്ടുണ്ട്. ഇതെല്ലാം ഭാഗമാണ്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ അന്ന് യുവവകുപ്പ് വരെ ഉള്ളായിരുന്നു, യുവവകുപ്പ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ ബാലവകുപ്പിലും കുമാരവകുപ്പിലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് മദ്യവകുപ്പിൽ ചെല്ലണമെന്നായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു യോഹന്നാൻ സാറുണ്ട്. സാർ ഒരു എന്താ പറയാ, ഒരു UP സ്കൂൾ, ഒരു LP സ്കൂൾ അധ്യാപകനാണ്. പക്ഷെ കുട്ടികളെല്ലാം എങ്ങനെയെങ്കിലും മദ്യവകുപ്പിൽ എത്താൻ അങ്ങ് ഭയങ്കരത വ്യഗ്രതയാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഈ ചില പിള്ളേർ ബേക്കറിയുടെ വാതൊക്കെ നോക്കി നിന്ന് വെള്ളം ഇറക്കുന്നത് പോലെ ഞങ്ങൾ എപ്പോഴും ഈ കുമാരവകുപ്പിലും ബാലവകുപ്പിലും ഇരിക്കുമ്പോൾ ഞങ്ങളോട് എന്നാ ഞങ്ങൾക്ക് ആ ക്ലാസ്സിലൊന്ന് എത്താൻ പറ്റും. കാരണം ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമായിരുന്നു. അത്ര രസമായിട്ട് ആ ടീച്ചർ പഠിപ്പിക്കും, അല്ലെങ്കിൽ ആ സാർ, യോഹന്നാൻ സാറ് പഠിപ്പിക്കും. നമ്മുടെ സൺഡേ സ്കൂളിൽ എത്ര കുട്ടികൾ നമ്മുടെ ക്ലാസ്സിനെ നോക്കി പറയും, ഓ അടുത്ത കൊല്ലം കുന്തം ആ ക്ലാസ്സിൽ പോണമല്ലോ? അങ്ങനെയാണോ പറയുന്നത്? ഓ എനിക്ക് എങ്ങനെയെങ്കിലും ആ ക്ലാസ്സിൽ ഒന്ന് പോയാൽ മതി. ഞാൻ പ്രാരംഭമായി ഈ ചോദ്യങ്ങൾ ചോദിച്ചത് നമ്മോട് തന്നെ ചോദിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഇൻട്രോസ്പെക്ഷൻ ആണ്, ഇതൊരു റിട്രീറ്റ് ആണ്, അല്ലാതെ ശക്തി പ്രകടനം ഒന്നും അല്ലല്ലോ. എറണാകുളം സെന്ററിലെ അധ്യാപകരുടെ ശക്തി പ്രകടനം ഒന്നും അല്ലല്ലോ ഇതൊരു ഇൻട്രോസ്പെക്ഷന്റെ സമയം. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നമ്മുടെ ഒരു റിട്രീറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഒരു ആത്മപരിശോധന. അതുകൊണ്ട് ചിലരെങ്കിലും ആത്മാർത്ഥമായി ഈ ചോദ്യം തങ്ങളോട് ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും ചോദിക്കത്തില്ലെങ്കിൽ എനിക്ക് ആകെ പറയാനുള്ളത്, എനിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടം തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഈ ടീച്ചേഴ്സിന്റെ ഈ റിട്രീറ്റിനെ ഞാൻ അടിസ്ഥാനമായി തിരഞ്ഞെടുക്കുന്ന ഒരു വേദഭാഗമുണ്ട്. എന്നാൽ ആ വേദഭാഗത്തെ നമുക്കൊരു കോണ്ടെക്സ്റ്റിൽ, ഒരു സന്ദർഭത്തിൽ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു 3-4 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അച്ഛന്മാരായാലും സൺഡേ സ്കൂൾ അധ്യാപകരായാലും വി ആർ ടീച്ചേഴ്സ് ഓഫ് ഫെയ്ത്ത്. ഒരു അച്ഛനെ കുറിച്ച് അല്ലെങ്കിൽ അച്ഛന്റെ പ്രസംഗത്തെ കുറിച്ച് ഇടവകക്കാർക്കുള്ള എല്ലാ പരാതികളും സൺഡേ സ്കൂൾ അധ്യാപകരെ കുറിച്ച് അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവും. ഇതാണ് ആദ്യം ഉണ്ടാകേണ്ട തിരിച്ചറിവ്. ഒരിക്കലും ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പല വീട്ടിലെയും പ്രധാന ഉച്ചഭക്ഷണത്തിന്റെ വിഭവം അച്ഛൻ ഫ്രൈ ആണ്. അപ്പൊ ഞാൻ ഈ കരിമീൻ ഫ്രൈ,
നെയ്മീൻ ഫ്രൈ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അച്ഛൻ ഫ്രൈ. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, സാറേ എനിക്കത് പിടികിട്ടിയില്ല. അതെന്താണെന്നറിയാമോ? നമ്മൾ ഈ പിള്ളേരെല്ലാരും കൂടെ ഇരിക്കുമ്പം, ഉച്ചയ്ക്ക് ഊണിനിരിക്കുമ്പം മിക്കവാറും അന്ന് ഞങ്ങൾ വറക്കുകയും പൊരിക്കുകയും ചെയ്യുന്നത് അച്ഛന്റെ പ്രസംഗമാണ്. ഞാൻ ചോദിച്ചു, എനിക്ക് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കുക. അപ്പൊ പറഞ്ഞു, അച്ഛന്റെ പ്രസംഗം എന്നാ ഓഞ്ഞ പ്രസംഗമാ, ബോറൻ. 2, എന്തുവാ അങ്ങേര് പറയുന്നേ. 3, ഇതൊന്ന് ചുമ്മാതങ്ങ് വലിച്ചു നീട്ടുക. 4, പഴഞ്ചൻ പ്രസംഗമാണ്, പറയുന്ന എന്താന്ന് പുള്ളിക്ക്. ഇങ്ങനെ ഈ പ്രസംഗത്തെ വിലയിരുത്താൻ നമ്മൾ പറയുന്ന എല്ലാ വിമർശനങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകർക്കും ബൈൻഡിങ് ആണ്. അപ്പൊ ഞായറാഴ്ച ചില വീടുകളിലെങ്കിലും അച്ഛൻ ഫ്രൈ ആണെങ്കിൽ ചില വീടുകളിൽ അന്ന് സൺഡേ സ്കൂൾ ടീച്ചർ ഫ്രൈ ആ. അപ്പം ഈ പറയുന്നത് ചുമ്മാതെ വലിച്ചു നീട്ടുക. ഇത് കുട്ടികൾക്ക് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് ഉണ്ടാകാവുന്ന പരാതിയാണ്. എന്തൊരു ബോറൻ പ്രസംഗമാണ്, എന്തൊരു ബോറൻ ക്ലാസ് ആണ്. ഇതൊന്ന് ചുരുക്കി പറഞ്ഞ 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ പോരെ? കുട്ടികളും ചോദിക്കുന്ന ഇത് തന്നെയാണ്, ഈ ക്ലാസ് ഒരു 15 മിനിറ്റ് കൊണ്ടൊന്ന് ചുരുക്കരുതോ? 3, എന്തുവാ ഈ അച്ഛൻ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. കുട്ടികളും പറയും, എന്തുവാ ഈ ടീച്ചർ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആസ് ടീച്ചേഴ്സ് ഓഫ് ഫെയ്ത്ത്, ബോത്ത് അച്ഛൻസ് ആൻഡ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഹാവ് ദ സെയിം പ്രെഡിക്കമെന്റ്. രണ്ടുപേരും നേരിടുന്നത് ഒരേ പ്രതിസന്ധിയാണ്. കാരണം ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ കമ്മ്യൂണിക്കേറ്റേഴ്സ്. അവര് പറയുന്ന കാര്യം മനസ്സിലാവണം, അത് ഹൃദ്യമായി പറയണം, അത് വളരെ കുട്ടികൾക്ക് മനസ്സിലാവുന്നത് പോലെ പറയണം. അപ്പോൾ ഒരു അച്ഛന്റെ പ്രസംഗം ഏതൊക്കെ വിധത്തിൽ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അതേ ആഗ്രഹം നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചും ഉണ്ടാവും. So in that sense, in that respect, we are on the same page. നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്റെ പ്രസംഗത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ എന്താണ്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. ഒരച്ഛന്റെ പ്രസംഗവും മറ്റൊരച്ഛന്റെ പ്രസംഗവും നിങ്ങൾ കമ്പയർ ചെയ്യും, അത് തെറ്റൊന്നുമല്ല. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സും മറ്റൊരു ക്ലാസ്സിലെ ടീച്ചറിന്റെ ക്ലാസ്സും തമ്മിലും കുട്ടികൾ കമ്പയർ ചെയ്യും. ഇത് ഒരു പ്രധാന കോണ്ടെക്സ്റ്റ് ആയി. സോ എക്സ്പെക്ടേഷൻസ് ആർ വെരി വെരി ഹൈ. So are you realistic about Achan's sermons in the parish? You may have so many expectations. All the Achans may not be able to fulfill all those expectations in equal amount or in equal intensity. ഇത് ഒരു അധ്യാപകർ എന്ന നിലയിൽ നമ്മളോട് തന്നെ പറയേണ്ട, വേറെ ആരോടും പറയണ്ട. എന്റെ പള്ളിയിലെ അച്ഛന്റെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്. വൈ ഐ ഹേറ്റ് ടു ഗോ ടു ചർച്ച്. ഇപ്പം ഈ സൂമിന്റെ സമയമൊക്കെ ആയിരുന്നപ്പോ നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരുപക്ഷെ എന്നോട് ഒരു അമ്മച്ചി പറഞ്ഞു, അച്ഛാ സൂമിൽ മതി പ്രസംഗം ഇനി. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് പള്ളിയിൽ പോകണ്ടേ? ഓ ഇത് മതി അച്ഛാ. ഞാൻ ചോദിച്ചു, അതെന്താ? അതാകുമ്പോ ഞങ്ങൾ തീരുമാനിക്കും അച്ഛൻ എപ്പോ സംസാരിക്കണം, അച്ഛനെ ഓഫ് ആക്കുന്നത് ഓണാക്കുന്നത് ഞങ്ങളാ. ഞാൻ പറഞ്ഞു, അമ്മച്ചി ആള് കൊള്ളാമല്ലേ. അതായത് അച്ഛന്റെ പ്രസംഗം ബോറാണെങ്കിൽ ഉടനെ ഞാൻ മ്യൂട്ട് അടിക്കും, അച്ഛൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മ്യൂട്ട് അടിക്കും. ഇത് വീട്ടിലിരുന്നോണ്ട് ഇങ്ങനെ പുട്ടടിച്ചോണ്ട് മ്യൂട്ട് അടിച്ചപ്പം കുട്ടികളും ഇത് തന്നെ കണ്ടോണ്ടിരിക്കുക. നിങ്ങളെക്കാൾ ഒരു പടിയൂടെ മുന്നിലാണ് നിങ്ങളുടെ സൺഡേ സ്കൂൾ കുട്ടികളെന്ന് മറക്കരുത്. നിങ്ങൾ വളരെ ആവേശത്തോടെ പറയുമ്പോൾ അവൻ വോളിയം കുറച്ചു വെച്ചിരിക്കുമായിരിക്കും. കാരണം പള്ളിയിലെ ഒരു അച്ഛന്റെ പ്രസംഗം ഏതൊക്കെ കാരണങ്ങളാൽ ഇഷ്ടപ്പെടാതിരിക്കുകയോ
അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ഇരിക്കുകയോ, അതേ കാരണങ്ങൾ തന്നെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ക്ലാസ്സിനെ സംബന്ധിച്ചും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകണമെന്നല്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. രണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന നിലയിൽ മറ്റൊരു കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ശീലങ്ങളുടെ ആകത്തുകയാണ്. നമ്മൾ ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഹാബിറ്റ്സ് ആണ്. രാവിലെ എഴുന്നേക്കുക, പ്രാർത്ഥിക്കുക, വേദപുസ്തകം വായിക്കുക, പപ്പായും മമ്മിയും വിഷ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ രാവിലെ ചെയ്യേണ്ട നമ്മൾ കുറച്ച് ശീലങ്ങൾ ഇട്ടിട്ടുണ്ട്. സൺഡേ സ്കൂൾ എന്ന് പറയുന്നതും ഒരു പരിധി വരെ നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഹാബിറ്റിൽ പെട്ടതാണ്, ശീലമാണ്. എന്നാൽ ഈ കോവിഡിന്റെ കോണ്ടെക്സ്റ്റിൽ ആ ശീലം എന്ന് പറയുന്നത് ബ്രേക്ക് ആയിരിക്കുക. സൺഡേ സ്കൂളിൽ വന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു. കോവിഡ് വന്നതുകൊണ്ട് ആ ഗിൽറ്റ് അങ്ങ് മാറിക്കിട്ടി. ഒരാഴ്ച സൺഡേ സ്കൂളിൽ പോയില്ലെങ്കിലും ഒന്നും പറ്റത്തില്ലെന്നാണ് അവരുടെ തോന്നൽ. അതുപോലെ സൺഡേ സ്കൂളിൽ പോകാതെ പരീക്ഷ എഴുതിയാൽ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അതും മാറിക്കിട്ടി. അപ്പോൾ ഹാബിറ്റ് ബ്രേക്ക് ചെയ്തു, ഗിൽറ്റ് പോയി, ഫിയറും പോയി. ഇനി എങ്ങനെയാണ് കുട്ടികളെ തിരികെ സൺഡേ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്? പലപ്പോഴും സൺഡേ സ്കൂളിൽ കുട്ടികൾ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ക്ലാസിന്റെ മാഹാത്മ്യം കൊണ്ടായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദെയർ ഹാബിറ്റ്. ദാറ്റ് വാസ് ദെയർ ഹാബിറ്റ്. And some children turned up. And some children were regular because they had the guilt. What if I don't go to Sunday school? And some children had the fear. What if I don't turn up for Sunday school? എന്നാൽ അതെല്ലാം പോയി. ഫിയറും ഇല്ല, ഗിൽറ്റും ഇല്ല, ഹാബിറ്റും പോയി. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു കോവിഡ് വരുന്നതിന് മുൻപ് സൺഡേ സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിനും കൊണ്ടുവരുന്നതിനും നമ്മൾ എടുത്ത എഫേർട്ടിന്റെ എത്ര മടങ്ങ് എഫേർട്ട് എടുക്കേണ്ടി വരും? മൂന്നാമത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ സൺഡേ സ്കൂൾ അധ്യാപനം പ്രത്യേകിച്ച് യാതൊരു പരിശീലനവും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണെന്നൊരു ധാരണ നമുക്കിടയിലുണ്ട്. ലോകത്തിൽ മതപഠനശാലകളിൽ മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായ അധ്യാപന പരിശീലനമില്ലാതെ ഒരാൾക്ക് ഒരു അധ്യാപകനാകാൻ കഴിയുന്നു. നമുക്കറിയാം, ഒന്നുകിൽ TTC പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ BEd പഠിച്ചിരിക്കണം. എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുട്ടികളെക്കുറിച്ചും അവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചും അവരുടെ മനസ്സിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചും അധ്യാപകർക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് ഈ പ്രായമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് കുട്ടികളെ മനസ്സിലാവുന്നുണ്ട് എന്ന് ദൈവത്തെ ഓർത്ത് നമ്മൾ ധരിക്കരുത്. ഈ അധ്യാപകർക്കിടയിൽ തന്നെ ഒരു ഹയറാർക്കി ഉണ്ട്. ഒരിക്കലും ഒരു സൺഡേ സ്കൂളിൽ VBSന്റെ സമയത്ത് ഈ ടീച്ചേഴ്സിനെ എല്ലാം ഓരോ ക്ലാസ്സിൽ നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്തു. സാധാരണ ജ്യേഷ്ഠ വകുപ്പ് പഠിപ്പിക്കുന്ന ഒരു സാറ് ആ പ്രാവശ്യം എന്തുകൊണ്ടോ ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം സൺഡേ സ്കൂളിന് VBSന് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ജ്യേഷ്ഠ വകുപ്പ് ക്ലാസ് എല്ലാം ഓരോരുത്തർക്ക് കൊടുത്തുപോയി. അതുകൊണ്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ആളല്ലേ എന്ന് കരുതി അദ്ദേഹത്തിന് മധ്യവകുപ്പ് ക്ലാസ് ഇട്ടു. ഒരു ദിവസം എന്നെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ വിളിച്ചു പറഞ്ഞു, അച്ഛാ ആകെ പ്രശ്നം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഇന്ന സാറിന് മധ്യവകുപ്പ് പഠിപ്പിക്കണ്ട. ഞാൻ ചോദിച്ചു, നമ്മൾ സാറിന് ക്ലാസ് കൊടുത്തല്ലോ.
ആ പുള്ളിക്ക് ജ്യേഷ്ഠവകുപ്പ് മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ ജ്യേഷ്ഠവകുപ്പ് നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തല്ലോ, പുള്ളി പഠിപ്പിക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാറിന്റെ പ്രശ്നം? നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിലുള്ള പ്രശ്നമാണോ? അല്ലച്ചാ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠ വകുപ്പിൽ നിന്നും മധ്യവകുപ്പ് ക്ലാസ്സിലേക്ക് പോകുന്നത് ഈ തരം താഴ്ത്തല് പോലെയാണ്. അത് ഡീമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് പല അധ്യാപകർക്കും ഉള്ള ഒരു ചിന്തയാണ്. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മണ്ടന്മാരാണെന്നും അല്ലെങ്കിൽ അതിന് വലിയ ബുദ്ധി ആവശ്യമില്ലെന്നും, യുവോപ്പിൽ പഠിപ്പിക്കുന്നവരെല്ലാം വേദ പണ്ഡിത, അങ്ങനെയൊന്നുമില്ല. സത്യത്തിൽ പഠിപ്പിക്കാൻ പ്രയാസം ചെറിയ ക്ലാസ്സില്ല. കാരണം അവർക്കത് അതുകൊണ്ട് ശരിക്കും ഏറ്റവും അധികം ആദരവും ബഹുമാനവും ലഭിക്കേണ്ടത് ഈ നേഴ്സറി അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളെയാണ്. വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടീസ് വേണ്ടിയത് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികളെയാണ്. കാരണം അവരെ മനസ്സിലാക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വലിയ പ്രയാസമാണ്. സത്യത്തിൽ എല്ലാ വർഷവും ഒരു അധ്യാപന പരിശീലനം തന്നെ നമ്മൾ ക്രമീകരിക്കണം. നമ്മൾ കുട്ടികളായിരുന്ന സമയത്തെ കുട്ടികളല്ല ഇപ്പോൾ. നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട കാര്യങ്ങളല്ല ഇപ്പോൾ കുട്ടികൾ കേൾക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ചിരുന്നതും അറിഞ്ഞിരുന്നതുമായ കാര്യങ്ങളല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ അതിന് വലിയ പരിശീലനം വേണം. കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ക്ലാസുകൾ ക്രമീകരിക്കണം. അല്ലാതെ വളരെ അലസമായും അലക്ഷ്യമായും വളരെ നിസ്സാരമായും ചെയ്യാവുന്ന ഒന്നാണ് സൺഡേ സ്കൂൾ എന്ന് ആരെങ്കിലും കരുതിയാൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ ചിന്തിക്കരുത് എന്നാണ്. നാലാമത്തേത്, നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളിൽ, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ അവരൊരു വലിയ ബാഗേജുമായിട്ടാണ് വരുന്നത്. പലതരത്തിലുള്ള ബാഗേജുകൾ ഉണ്ടാവാം. ഒന്ന്, ഈ എക്സ്പെക്ടേഷൻസ് ആണ് എപ്പോഴുമുള്ള ഒരു വലിയ ബാഗേജ്. അത് അവർക്കൊരു ഭാരമാണ്. പലപ്പോഴും ഈ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, CBSE സിലബസ് പഠിക്കുന്നവർ കാണും, ICSE സിലബസ് പഠിക്കുന്നവർ കാണും, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവർ കാണും, ICSEയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് ഡീമോട്ട് ചെയ്യപ്പെട്ട കുട്ടികൾ കാണും, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും മലയാളം മീഡിയത്തിലോട്ട് മാറിയ കുട്ടികൾ കാണും. ഇങ്ങനെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിലെത്തുന്നത്. അങ്ങനെയുള്ള കൊണ്ട് ചിലർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം, ചിലർക്ക് പഴയതുപോലെ ഓർമ്മയില്ലായിരിക്കാം, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ക്ലാസ്സിലെ ടീച്ചറിന്റെ ഏറ്റവും അധികം അറ്റൻഷൻ ലഭിക്കുന്നത് പോലെയുള്ള നിറമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഉയരമില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഈ കുട്ടിയുടെ പേരന്റ് പോലെ അത്ര വലിയ സൗകര്യമുള്ള ആളായിരിക്കത്തില്ല, അല്ലെങ്കിൽ വലിയ സർക്കാർ ജോലിയുള്ള ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ ബേർഡൻ ഈ കുട്ടികളുടെ മനസ്സിലും തലയിലുമുണ്ട്. സൺഡേ സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല പാഠം ഒരു സെൽഫ് എസ്റ്റീമാണ്. നമ്മൾ അവനെ അങ്ങ് പുണ്യവാളനാക്കാനാണ് നമ്മുടെ ശ്രമം മുഴുവൻ. അതവനായിക്കോളും. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അയാളെ സെയിന്റ് ആക്കാനല്ല, അവനെ സെയിൻ ആക്കാനാണ്. Let him be sane first, because he is struggling to be sane in an insane world. ഭ്രാന്ത് പിടിച്ച ഒരു ലോകത്ത് സുബോധത്തോടെ ജീവിക്കാൻ അവന് സാധിക്കുന്നില്ല. പിയർ പ്രഷറുണ്ട്, പേരൻസിന്റെ പ്രഷറുണ്ട്, സ്കൂളിലെ പ്രഷറുണ്ട്. അവനൊരു പ്രഷർ കുക്കറിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് സൺഡേ സ്കൂളിൽ വരുന്ന സമയത്ത് അവൻ തല കുനിച്ചു വരുന്നവനെ തല ഉയർത്തി വേണം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് പോകാൻ. അല്ലാതെ അവനെ കുറ്റപ്പെടുത്തി വീണ്ടും അവനെ കുഴപ്പം പിടിച്ചും അവൻ വീണ്ടും തല കുനിച്ചു പോകാൻ ഇടയാവരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബാക്കി എല്ലാം നിങ്ങൾ മറന്നാലും
ദൈവത്തെ ഓർത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരപേക്ഷ ഇതാണ്: ലെറ്റ് ഹിം ബി സെയിൻ ഇൻ ആൻ ഇൻസെയിൻ വേൾഡ്. ഇത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് സാധിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വേദപുസ്തകത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഇന്ന് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അത്ര ഇന്നെവിറ്റബിൾ അല്ല. ഹോം സ്കൂളിംഗ് ഒരു വശത്തുണ്ട്, മറുവശത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒരു കുഞ്ഞിന് അറിയണമെങ്കിൽ അതാരോടും ചോദിക്കേണ്ട, അവന് ഗൂഗിൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻഫാലിബിൾ അല്ല, ഇന്നെവിറ്റബിളുമല്ല. ഈ രണ്ട് കാര്യങ്ങൾ അഞ്ചാമത്തെ കോണ്ടെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ടീച്ചേഴ്സ് ആർ നോട്ട് ഇൻഫാലിബിൾ എനിമോർ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഹി ഓർ ഷീ ഹാസ് ദ മെക്കാനിസം and the technology to verify, to ascertain whether what you said is right or not. അതുകൊണ്ട് ക്ലാസ്സിൽ പോകുമ്പോൾ വലിയ പ്രിപ്പറേഷൻസ് വേണം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് എന്ന് കരുതി എന്ത് മണ്ടത്തരോ ആ ക്ലാസ്സിൽ പോയി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഒരിക്കല് ഒരു പള്ളിയിൽ പ്രസംഗിച്ചു. എൻ്റെ മാതൃകടോ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നൊരു പള്ളിയിലാണ്. അന്ന് ഏതോ ഒരു സിനിമയിലെ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ ആ പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 6 വയസ്സോ 7 വയസ്സോ ഉള്ള ഒരു കൊച്ചു മോൾ എൻ്റെ അടുത്ത്, അച്ഛോ അച്ഛനിന്ന് എന്തുവാ പറഞ്ഞേ? ഞാൻ ചോദിച്ചു, എന്താ മോളെ? അച്ഛൻ പറഞ്ഞ സിനിമ പേര് തെറ്റാ. ഞാൻ പറഞ്ഞു, എന്താ തെറ്റ്? അത് ആ സിനിമയല്ല അച്ഛാ, ഈ സിനിമയാണ്. ഞാൻ ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു? ഞാൻ സൺഡേ സ്കൂൾ കഴിഞ്ഞപ്പോൾ ഉടനെ നോക്കിയല്ലോ, ഗൂഗിളിൽ നോക്കിയല്ലോ, എൻ്റെ അമ്മയുടെ ഫോൺ എടുത്ത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒന്നുമില്ലെങ്കിലും ആ കുഞ്ഞിന് എൻ്റെ അടുക്ക വന്ന് അത് പറയാൻ തോന്നിയല്ലോ. ഞാൻ ആ കൊച്ചിനെ റിപ്രിമാൻഡ് ചെയ്തില്ല. പകരം ഞാൻ ചിന്തിച്ചത്, ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് വേൾഡ് ഇൻ വിച്ച് ഐ ലിവ്. Just because you have 50 years old, just because you are 50 years old, or just because you are a grandparent, you are not by default infallible. And this applies to all teachers of faith. എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അറിവ്, our knowledge or what we teach is under constant scrutiny. കുട്ടികൾ വീട്ടിൽ പോയി നോക്കും. അതുകൊണ്ട് പറയുന്നത് കൃത്യമായിരിക്കണം. കൊച്ചു ക്ലാസ് ആണല്ലോ, എന്തും പറയാമല്ലോ, പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ലോകത്തിലല്ല. അതുകൊണ്ട് നമ്മൾ ആരും ഇൻഫാലിബിൾ അല്ല. ഒരു ലെസണൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പല പ്രാവശ്യം, അത് 1-2 പ്രാവശ്യം നമ്മൾ അബദ്ധം പറയുകയും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്താൽ കുട്ടികൾക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ അങ്ങ് പോവും. Once you are proven fallible, then you cease to have your authenticity. അതുപോലെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഇല്ലാതെയും സൺഡേ സ്കൂൾ പഠിക്കാം. കാരണം ഹോം സ്കൂളിംഗ് ഉള്ളൊരു കാലത്ത് ഹോം സൺഡേ സ്കൂളിംഗും ഉണ്ടാവും. അതുകൊണ്ട് എത്രത്തോളം പ്രയാസമുള്ള ഒരു ജോലിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു നിയോഗമാണ് സൺഡേ സ്കൂൾ അധ്യാപനം. നമ്മൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് പോലെ അത്ര എളുപ്പമല്ല. ആർക്കാണ് എളുപ്പമല്ലാത്തത്? ഈ ശുശ്രൂഷയെ ഗൗരവമായി കാണുന്നവർക്ക്. ഇതൊരു സ്റ്റേറ്റസ് കോയുടെ ഭാഗമായി മാത്രം കാണുകയാണെങ്കിൽ അവർക്ക് ഇതൊരു ചലഞ്ച് അല്ല. എന്നാൽ if you taking it very seriously, it is a Herculean task. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്, കരിയർ ആൻഡ് കോളിംഗ്. കരിയർ ഈസ് വാട്ട് യു ആർ പെയ്ഡ് ഫോർ, കോളിംഗ് ഈസ് വാട്ട് യു ആർ മെയ്ഡ് ഫോർ. നമുക്ക് ശമ്പളമില്ലല്ലോ എന്ന് പറയാം. പക്ഷെ ശമ്പളം മാത്രമല്ല, സമൂഹത്തിലെ ബഹുമാനവും ഒരു തരം ശമ്പളമാണ്. ശമ്പളം എന്നത് പണത്തിന്റെ രൂപത്തിൽ മാത്രം കിട്ടുന്നതല്ല. നമുക്ക് ലഭിക്കുന്ന ആദരവും ബഹുമാനവും ഒരു ശമ്പളമാണ്. അത്തരം യാതൊരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടാകരുത് നമ്മൾ. അതുകൊണ്ട് ഇതൊരു കോളിംഗ് ആണോ കരിയർ ആണോ?
ഈ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിന്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് അതിന്റെ ഒരു വെളിച്ചത്തിൽ പുതിയ നിയമത്തിലെ ഒരു സൺഡേ സ്കൂൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനു മുൻപ് ഒരു സൺഡേ സ്കൂൾ അധ്യാപകനെ കുറിച്ചുകൂടെ പറയണം. കോട്ടയം സെമിനാരിയിൽ പഠിച്ചിട്ടുള്ളവരും മല്ലപ്പള്ളി മാർത്തോമ ഇടവകയിൽ പാരീഷ് അസൈൻമെന്റിന് പോയിട്ടുള്ളവരുമായ എല്ലാ സൺഡേ സ്കൂൾ സെമിനാരി വിദ്യാർത്ഥികളും അവർക്ക് വൗച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ ഒരു സൺഡേ സ്കൂൾ സാറുണ്ട്. ആ സാറ് ചെങ്ങന്നൂർ കോളേജിന്റെ, ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത പ്രിൻസിപ്പലാണ്, ഡോക്ടർ ജേക്കബ് ജോർജ്. നിങ്ങളിൽ എത്ര പേർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന്? ഒരു സൺഡേ സ്കൂൾ അധ്യാപകന് എങ്ങനെയാവണം എന്നതിന്റെ ക്ലാസിക് മോഡലാണ്. ഈ സൺഡേ സ്കൂൾ, ഈ മല്ലപ്പള്ളി മാർത്തോമ പള്ളിയിൽ നിന്നും സെമിനാരി പഠനത്തിന് എത്തിയിട്ടുള്ള കുട്ടികൾ മിക്കവാറും പറയുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ അവർ പറയും. ഒന്ന്, സമാജം നടത്തുന്ന സൺഡേ സ്കൂൾ പരീക്ഷയിൽ സാറിന്റെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിരിക്കും മിക്കവാറും സമ്മാനം. അതൊരു ക്രെഡിറ്റ് എന്നുള്ള അർത്ഥത്തിൽ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്ന സീനിയർ ക്ലാസ്സിൽ അദ്ദേഹം നോട്ട് എഴുതിക്കൊണ്ടുവന്ന് ഓരോ വർഷവും അത് തിരുത്തി പുതിയ കാര്യങ്ങൾ ചേർത്ത് വളരെ വെൽ പ്രിപ്പയർഡായി, അല്ലാതെ വന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകില്ല. കൃത്യമായ നോട്ട്സ് തയ്യാറാക്കി ആ നോട്ടിന്റെ കോപ്പിയൊക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്ത്, ആ പള്ളിയിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു അധ്യാപകനാണ് ജേക്കബ് ജോർജ്. ഒരു അധ്യാപകൻ അദ്ദേഹം കോളേജിൽ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേ ഗൗരവത്തിൽ, ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടിയുടെ കൂടുതൽ ഗൗരവത്തിലാണ് ക്ലാസ്. അതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾക്ക് എന്തോ ഒരു ഉത്സാഹം വന്നറിയാം. രസകരമായി പഠിപ്പിക്കും, നന്നായി പ്രിപ്പയർ ചെയ്യും, കുട്ടികളെ നന്നായി ഒരുക്കും. ഒരു ക്ലാസ് പോലും ആ കുട്ടികൾ മിസ്സാവില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു സൺഡേ സ്കൂൾ ഉണ്ട്. 2-ാം അധ്യായത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ അതിനെ സൺഡേ സ്കൂൾ എന്ന് പറയാമെന്നൊക്കത്തില്ല, എന്നാലും സാബത്ത് സ്കൂൾ എന്ന് വേണേ പറയാം. സൺഡേ വേണ്ട, സാബത്ത് ഡേ സ്കൂൾ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ ഉള്ള വാക്യങ്ങൾ വളരെ പരിചയമുള്ളതാണ്. എല്ലാ അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിനും നമ്മൾ പള്ളിയിൽ പ്രസംഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒന്നാണ്. അവിടുത്തെ സൺഡേ സ്കൂളിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടായിരിക്കാം യേശുവിന് അവിടെ 3 ദിവസം ഇരിക്കാൻ തോന്നിയത്? നമ്മൾ യേശുവിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ പറയും. യേശു ഭയങ്കര ഉത്സാഹമുള്ള ആളെന്ന് പഠിക്കുക ഒക്കെ ശരിയാണ്. പക്ഷെ ഉത്സാഹം ഉള്ളത് കൊണ്ട് മാത്രം അവിടെ 3 ദിവസം ഇരിക്കണമെന്നില്ലല്ലോ. ഒരു സൺഡേ സ്കൂൾ എങ്ങനെ ആവണം, ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ എങ്ങനെ ആവണം, അധ്യാപിക എങ്ങനെ ആവണം, ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനി എങ്ങനെ, അതിന്റെ ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ജെറുസലേമിൽ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു മോഡൽ സൺഡേ സ്കൂൾ ആയിട്ടോ ഒരു ടെംപ്ലേറ്റ് ആയിട്ടോ നമുക്ക് അതിനെ സ്വീകരിക്കാം. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒന്ന്, എനിക്ക് തോന്നുന്നത് ഈ യേശു അവിടെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്നു. അപ്പോൾ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് ഉപദേഷ്ടാക്കന്മാരും അധ്യാപകരും ഒക്കെ ഇരുന്ന് വേദപുസ്തകം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. അവിടെ കുറെ ആളുകളുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ യേശുവിന് ഇഷ്ടം തോന്നിക്കാണണം. എന്നാൽ അതിലുപരി ഇഷ്ടം തോന്നുന്ന ഒരു ആംബിയൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു കുട്ടിക്ക് പള്ളിയിൽ വരണം, സൺഡേ സ്കൂളിൽ പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിനനുകൂലമായ ഒരു സാഹചര്യം അല്ല എങ്കിൽ ആ ഉത്സാഹം നഷ്ടപ്പെടാം.
അപ്പോൾ എത്ര ഉത്സാഹമുള്ള ഒരു കുട്ടിയായാലും ഒരു 3 ദിവസം അപ്പൻ എവിടെയാണെന്നോ അമ്മ എവിടെയാണെന്നോ ഓർക്കാതെ 3 ദിവസം അവിടെ ഇരിക്കണമെങ്കിൽ കേവലം ഉത്സാഹം മാത്രം പോരാ. ആ ഉത്സാഹത്തെ ഇഗ്നൈറ്റ് ചെയ്യുന്ന, അതിനെ ജ്വലിപ്പിക്കുന്ന ഒരു ആംബിയൻസ്, ഒരു സെറ്റിംഗ് ഉണ്ടാവണം. അപ്പോൾ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സെറ്റിംഗ് ആണ്. കുട്ടികൾ വരണം, കുട്ടികൾ വരണം, കുട്ടികൾ വരണം, വരുന്നില്ല 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 എന്ന് വെറുതെ നമ്മളിങ്ങനെ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിൻ്റെ സൺഡേ സ്കൂൾ എന്നത് ഒരു സെറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. സൺഡേ സ്കൂളിൽ നമ്മൾ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുകയും വേണം. എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കണമെങ്കിൽ, വൃദ്ധനായാലും അത് വിട്ടുമാറാതെ ഇരിക്കണമെങ്കിൽ, സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് അവൻ അതുവരെ കണ്ട പരിചയിച്ച സ്കൂളിലെയും വീട്ടിലെയും സംസ്കാരത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രം പോലെ അവനെ ജീവിക്കാൻ അവനെ സഹായിക്കുന്ന ഒരു ആംബിയൻസ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ വൂംബ്. But unfortunately, many Sunday school classes and Sunday schools are becoming tombs. കല്ലറകളാണ്. എങ്ങനെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന്. അമ്മയുടെ ഗർഭപാത്രം എത്രത്തോളമാണോ ഒരു കുഞ്ഞിന് പ്രാധാന്യമുള്ളത്, അതുപോലെ നമ്മുടെ ഓരോ ക്ലാസ്സും ഓരോ ഗർഭപാത്രങ്ങളാവണം. അതാ ഞാൻ പറഞ്ഞത്, ഗർഭപാത്രം എന്നത് ഒരു സംസ്കാരമാണ്. അത് കേവലം ഒരു സ്പേസ് മാത്രമല്ല. അതുകൊണ്ടാണ് ഈ ഗർഭപാത്രം എന്നതിനെ നമ്മൾ കേവലം ബയോളജിക്കലായിട്ടോ ഫിസിയോളജിക്കലോ ആയിട്ടല്ല കാണുന്നത്. അതിനെ ഒരു പ്രതീകമാണത്. womb as a metaphor, not a rhetoric. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിക്കാൻ ഈ യേശു കഴിച്ചോന്ന് നമുക്കറിയത്തില്ല, കുടിച്ചോന്ന് അറിയിച്ചുകൂടാ, ഒരു പിടിയില്ല. 12 വയസ്സ്. ഹി ഈസ് ലോസ്റ്റ് ഇൻ ദ വൂം. ആ ലോസ്റ്റ് കോട്ട് അൺകോട്ട്. ഹി ഈസ് അൺഅറ്റൻഡഡ് ഇൻ ദ വൂം. അപ്പോൾ ആ 3 ദിവസം അവൻ അൺഅറ്റൻഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ ലോസ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തിയാൽ ഹി ഈസ് അൺഅറ്റൻഡഡ് ബട്ട് നോട്ട് ലോസ്റ്റ്. ഇതുപോലെ ഒരു അന്തരീക്ഷം, ഒരു സംസ്കാരം സൃഷ്ടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും സൺഡേ സ്കൂളിൽ വരും. പക്ഷേ വൂം ആവേണ്ട സ്ഥലങ്ങളൊക്കെ ട്യൂം ആവുകയാണ്. ഗർഭപാത്രങ്ങളാകേണ്ട സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ കല്ലറകളാവുകയാണ്. ആണോ? ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ ഒരു സംസ്കാരമാണ്. അതൊരു മത പാഠശാലയല്ല. നമ്മൾ അങ്ങനെയല്ല സൺഡേ. ഇതൊരു കൾച്ചറാണ്. സൺഡേ സ്കൂൾ ഈസ് എ കൾച്ചർ. ഈ കോട്ടയത്ത് ഞാൻ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ കോട്ടയത്ത് കൂടുതൽ കാലം ജീവിച്ചതുകൊണ്ടും എനിക്ക് ഭൂമിയുടെ മറ്റു സ്ഥലങ്ങളെക്കുറിച്ച് വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ വീണ്ടും കോട്ടയത്തെക്കുറിച്ച്. അപ്പം എൻ്റെ ഒരു ലോകം എത്ര ചെറിയതാണെന്ന് നിങ്ങൾ കുളത്തിലെ തവള പോലെയാണ് ഞാൻ. എനിക്ക് ഈ കോട്ടയത്തെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒരു അറിവില്ലായ്മ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ നിങ്ങളോടുള്ള ഒരു അപേക്ഷ. ഇത്രയും മണ്ടനായ ഒരുത്തനെ തന്നെ ഈ ജേക്കബ് റിസർച്ചിന് വിളിച്ചല്ലോ, ദൈവമേ ഇയാൾക്ക് ഏത് നേരത്താണോ ഈ ബുദ്ധി തോന്നി, അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോട്ടയത്തൊരു സ്കൂളുണ്ട്, പള്ളിക്കുടം സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. വളരെ വ്യത്യസ്തമാണ് ആ സ്കൂളിന്റെ കോൺസെപ്റ്റ്. ഈ സ്കൂള് അരുന്ധതി റോയിയുടെ അമ്മയായ മേരി റോയ് ആണ് തുടങ്ങിയത്. ഈ സ്കൂളിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ലാറി ബേക്കറാണ്. ഈ സ്കൂൾ ഡിസൈൻ ചെയ്തപ്പോൾ
ഈ മേരി റോയും ലാറി ബേക്കറും കൂടെ ഒരുമിച്ച് ആലോചിച്ചിട്ടാണ് ഇതിന്റെ ഈ ആർക്കിടെക്ചർ ഒക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഇവര് രണ്ടുപേരും കൂടെ തീരുമാനിച്ച ഒരു കാര്യം, ഈ നമ്മുടെ സ്കൂളുകളിലൊക്കെ സാധാരണ ഈ കോമൺ ടോയ്ലറ്റ്സും വാഷ്റൂംസും ആവുള്ളത്, കോമൺ ആണ്. അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ആരെയെങ്കിലും ശമ്പളം കൊടുത്ത് നിർത്തുന്ന പതിവാണുള്ളത്. എന്നാൽ മേരി റോയും ലാറി ബേക്കറും അവരൊരുമിച്ച് തീരുമാനിച്ച ഒരു കാര്യം, നമുക്ക് കോമൺ ടോയ്ലറ്റ്സ് വേണ്ട, നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂംസ് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് മതി. ഇപ്പോഴാണ് കേരളത്തിൽ ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്, അല്ലെ? പണ്ട് ടോയ്ലറ്റ് ഒക്കെ അങ്ങ് ഒരു 100 മീറ്റർ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു. ഇപ്പം അപ്പനും അമ്മയും പെരയ്ക്കകത്തായിരുന്നു. ഇപ്പൊ അപ്പനും അമ്മയും 100 മീറ്റർ വീടിന് പുറത്തുമായി, ടോയ്ലറ്റ് അകത്തുമായി. അതാണ് പുറത്ത് കിടക്കേണ്ട സാധനം എല്ലാം അകത്തായി, അകത്ത് കിടക്കേണ്ട സാധനം എല്ലാം പുറത്തായെന്ന് നമ്മൾ സാധാരണ തമാശയ്ക്ക് പറഞ്ഞത്. അപ്പോൾ അന്ന് ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ അത്ര വ്യാപകമല്ല. അപ്പോൾ ആ സമയത്ത് ഇവര് ഓരോ ക്ലാസ്സിനോടും ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് വെച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? നമുക്കറിയാം, കോട്ടയത്തെ ഏറ്റവും എന്താ പറഞ്ഞ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഉള്ള ഒരു സ്കൂളാണ് ഈ പള്ളിക്കുടം സ്കൂൾ. ഒന്ന്, മാസത്തിൽ ഒരിക്കൽ അരുന്ധതി റോയ് അവിടെ വന്ന് കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനത്തെ വളരെ 20 പേരേ ഉള്ളൂ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഇവരുടെ കോട്ടയത്തെ കളക്ടർമാരുടെ മക്കളും MLA-മാരുടെ മക്കളും അവിടെ ഒരു അഡ്മിഷൻ കിട്ടാനൊക്കെ തന്നെ വലിയ പാടാണ്. ഈ ക്ലാസ്സിലെ കുട്ടികൾ വേണം, അവർക്കൊരു റോസ്റ്റർ ഇടും. എന്തിനാണ് റോസ്റ്റർ ഇടുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും ഓരോ കുട്ടിയാണ് ആ ക്ലാസ്സിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് കഴുകേണ്ടത്. ഏതെങ്കിലും ഒരു കുട്ടി തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്തില്ലെങ്കിൽ ന്യായമായും നമുക്ക് ഊഹിക്കാം ക്ലാസ്സിൽ അന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്രത്തോളം പ്രധാനമാണ് ഒരു ടോയ്ലറ്റ് കഴുകുന്ന ഒരാളുടെ ജോലി, അല്ലെങ്കിൽ ഏത് ജോലിയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു കൾച്ചർ ഈ കുട്ടികൾ പഠിക്കുകയാണ്. സൺഡേ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കൾച്ചർ എന്താണ്? വിദ്യാഭ്യാസം ഒരു കൾച്ചറാണ്. സൺഡേ സ്കൂൾ ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കൾച്ചറാണ്. ഈ ഒരു യെരുശലേം ദേവാലയത്തിന്റെ പ്രിമിസിലുള്ള ഈ ഒരു സൺഡേ സ്കൂൾ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴങ്ങ് അസ്വസ്ഥരാകും. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടും യേശു അവിടെ ഇരിക്കണമെങ്കിൽ കേവലം ഉത്സാഹമുണ്ടെങ്കിൽ പോലും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അത് വേറൊരു കൾച്ചറാണ്, അതൊരു ഗർഭപാത്രമാണ്, അല്ലാതെ ശവക്കല്ലറയല്ല. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കൾച്ചർ പള്ളിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ കട്ടപ്പന ഒരു സ്കൂളുണ്ട്. നിങ്ങൾ ഈ മാതൃഭൂമിയിലൊക്കെ ഈ നല്ല വാർത്ത എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കണ്ട, ഞാനത് റെഗുലറായി കാണാറില്ല. ഒരു ദിവസം ഞാൻ മാതൃഭൂമിയുടെ വാർത്ത കണ്ടപ്പോൾ ഇതാണ് അന്നാ ഞാൻ മനസ്സിലാക്കിയ ഇങ്ങനെ ഒരു സാധനമുണ്ട്, നല്ല വാർത്ത. കാരണം വാർത്ത തുറന്നാൽ പിന്നെ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും. കാരണം അത്രയ്ക്കൊരു വൃത്തികെട്ട ലോകത്തെക്കുറിച്ചാണ് ഓരോ ദിവസവും ഇവർ പറയുന്നത്. പക്ഷെ നല്ല കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ പ്രത്യേകത, നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ, പോസിറ്റീവ് ന്യൂസ് ആണ്. ഇസ്രായേലിലെ ന്യൂസ് പേപ്പറിനെ കുറിച്ച് പറയുന്നു, അതാണ് ഫ്രണ്ട് പേജിൽ മുഴുവൻ നല്ല കാര്യങ്ങൾ, ആ രാജ്യത്ത് നടക്കുന്ന നല്ല കാര്യങ്ങൾ. നമ്മുടെ ഇവിടുത്തെ പത്രം എടുത്താൽ ഈ രാജ്യത്ത് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അന്നത്തെ ദിവസം പോക്കാണ് അത് വായിച്ച. എന്തെങ്കിലും 2 നന്മ ചെയ്യണമെന്ന് വിചാരിച്ച് ഒരുത്തൻ ഇറങ്ങുമ്പോഴായിരിക്കും ഒന്നീ സരിത അല്ലെ സുനിത, അല്ലെങ്കിൽ അനിത, പുല്ലയില്, പിന്നെ വാഴയിൽ എന്നൊക്കെ പറഞ്ഞ ഓരോ ഐറ്റംസ് ഇറങ്ങും. മോൻസൺ പ്ലാവുങ്കൽ. നമുക്ക് തോന്നി എന്റെ ദൈവമേ, അല്ലെങ്കിൽ വേറെ ദിവസമൊക്കെ താണ്ട പാലാരിവട്ടം പാലം പൊളിഞ്ഞു വീഴുന്നു, എന്തോ ആയത്. നല്ല കാര്യങ്ങൾ ഒത്തിരി ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ സ്കൂൾ എന്ന് പറയുന്നത് അവരൊരു കൾച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്കൊരു സ്റ്റേഷനറി കടയുണ്ട്. പുസ്തകം, പേന, കുട്ടികൾക്ക് എന്തൊക്കെയാണോ വേണ്ടിയത് ആ സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ വയ്ക്കും.
ഓരോ സാധനത്തിൻ്റെയും താഴെ അതിൻ്റെ പ്രൈസ് എഴുതി വെക്കും. അവിടെ ഒരു സ്റ്റോർ കീപ്പർ ഇല്ല, CCTV ഇല്ല. കുട്ടികൾക്ക് വന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം, ഡ്രോയർ തുറന്നിട്ടിരിക്കുകയാണ്, പൈസ ഇടാം, ചേഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം, ഇടാതെ പോകാം, ഒക്കെ ചെയ്യാം. അവിടുത്തെ ടീച്ചർമാർ പറഞ്ഞത് ഒരൊറ്റ കുട്ടി പോലും അവിടെ മോഷ്ടിക്കാറില്ല. ഒരു കൾച്ചറാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. അമ്മയുടെ ഗർഭപാത്രം പോലെ ഒരു പവിത്രമായ സംസ്കാരമാവണം. ഇതൊക്കുമെങ്കിൽ കുളിമുറിക്കകത്തൂടെ ടോയ്ലറ്റ് വെച്ചാൽ കൊള്ളാവുന്നതാണ് നമ്മുടെയൊക്കെ പള്ളികളുടെ അവസ്ഥ. കംപ്ലീറ്റ് CCTV. ഒരുത്തനെയും വിശ്വാസമില്ല. പണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പം ഒരു കമ്പാർട്ട്മെന്റിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ അടുത്തിരിക്കുന്നവരുടെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിക്കും. നമ്മൾ ബോംബെയിലോ ചെന്നൈയിലോ ഗുജറാത്തിൽ ആനന്ദിലോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളൊരു കുടുംബമാവും. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേ പറയും ഒരുത്തരെയും വിശ്വസിക്കരുത്, ഒരുത്തൻ തരുന്നതും കഴിക്കരുത്, ഇങ്ങനെ വിശ്വസിക്കരുത്. ഇതാണ് നമ്മൾ കയറുമ്പോൾ മുതൽ കേൾക്കുന്നത്. ഏതെങ്കിലും ഒരുത്തൻ ഒരു മിഠായി തന്നാലും നമ്മൾ അവനെ 2 വട്ടം നോക്കി, ഇവൻ വല്ല ടെററിസ്റ്റ് ആണോ, ആ പാവം വെറുതെ ഒരു ചോക്ലേറ്റ് തന്ന. ഒരു പുതിയ കൾച്ചർ സൺഡേ സ്കൂളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടോ? 2, ഈ സൺഡേ സ്കൂളിന്റെ ഒരു പ്രത്യേകത അവിടെ ഡിക്റ്റേറ്റ് ചെയ്യുകയല്ല, അവിടെ ഡയലോഗാണ്. ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി വന്ന് അപ്പൊ അവിടുത്തെ വളരെ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ വളരെ സീനിയറായ സൺഡേ സ്കൂൾ അധ്യാപകരോ അല്ലെങ്കിൽ വേദപുസ്തക പഠിതാക്കളോ ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വന്നിട്ട് ജീസസ് could enter into a dialogue, into a conversation with the elite, the teachers of faith in the temple premise. ദേവാലയത്തിന്റെ പരിസരത്ത് ഇരിപ്പുറപ്പിച്ചിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരോടും സമ്പ്രാക്കന്മാരോടും ഒരു കോൺവെർസേഷൻ. നമ്മുടെ സൺഡേ സ്കൂൾ എത്രത്തോളം കാലഹരണപ്പെട്ടതാണ് എന്നറിയണമെങ്കിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപക മീറ്റിംഗ്, അത് കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. ഈ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ തീരുമാനിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾ ആരും അവിടെ ഇല്ല. ഒരു സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള ആലോചന മീറ്റിംഗിൽ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാത്ത ഒരു സൺഡേ സ്കൂൾ എന്തോ സൺഡേ സ്കൂളാണ്. നമ്മൾ കുറച്ച് 50, 60, 70 വയസ്സായവര് നമുക്ക് എന്താണോ ഇഷ്ടം, നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണോ ഉണ്ടായിരുന്നത്, അത് അതുപോലെ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മുടെ ഇഷ്ടം ഇംപ്ലിമെന്റ് ചെയ്യാനല്ല, കുട്ടികളുടെ മനസ്സോട് അന്വേഷിക്കാൻ. അതിൽ കുട്ടികളുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് മീറ്റിങ്ങിലൊക്കെ കുറഞ്ഞ പക്ഷം ഒരു 3, 4 സൺഡേ സ്കൂൾ കുട്ടികളെ കൂടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്താ ഈ സൺഡേ സ്കൂൾ ക്ലാസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം? നമുക്ക് 1947 3 ഐഡിയയും വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാലം പോയതും ലോകം മാറിയതും നമ്മൾ അറിയുന്നുണ്ടോ? അതുകൊണ്ട് ലെറ്റ് സൺഡേ സ്കൂൾ ബി എ സ്പേസ് ഓഫ് കോൺവെർസേഷൻ. മുമ്പേ നിജുവച്ചൻ പറഞ്ഞ പോലെ സങ്കടങ്ങൾ പറയാൻ മാത്രമല്ല, ഒരു കുട്ടിക്ക് എനിക്ക് ടീച്ചർ പറഞ്ഞത് വിശ്വാസമല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അതങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതെങ്ങനാ ശരിയാവുന്നേ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ അവനെ ഹെററ്റിക്കായിട്ട് പ്രഖ്യാപിക്കും. സ്കൂളുകളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളിൽ നടക്കേണ്ടത് ഡയലോഗാണ്, ഡിക്റ്റേഷൻ അല്ല. നമ്മൾ പറയുന്നത് കേൾക്കുന്ന, അതൊരു പോലീസ് സ്റ്റേഷൻ പോലെയാണ്. സാറ് പറയും, കേൾക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണോ സൺഡേ സ്കൂൾ? ഒരു കോൺവെർസേഷൻ, ഒരു ഡയലോഗ് സ്പേസ് ഉണ്ടോ സൺഡേ സ്കൂൾ? എന്റെ വിചാരം, യേശു ചില സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ സംശയങ്ങളെ അവിടെ പറയുന്നുണ്ട്, അവൻ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്, ഈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വസ്റ്റ്യനിങ്. Many a time we confuse asking questions with questioning.
ചോദ്യം ചോദിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. നമുക്കിത് തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? ചോദ്യം ചോദിച്ചു എന്നതിന്റെ അർത്ഥം ചോദ്യം ചെയ്തു എന്നല്ല. നമ്മുടെ സൺഡേ സ്കൂൾ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒന്നൊരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്, അമ്മയുടെ ഗർഭപാത്രം പോലെ. രണ്ട്, അതൊരു സ്പേസ് ആണ്. അത് അവർക്ക് സന്തോഷമായി സംസാരിക്കാൻ കഴിയുന്ന ഒരിടമാണ്. എത്രത്തോളം കോൺവെർസേഷൻ സൺഡേ സ്കൂളിൽ പോസിബിൾ ആണ്? ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ആരാണ് കൂടുതൽ സംസാരിക്കുന്നത്? എല്ലാം പഠിപ്പിച്ചതിന് ശേഷം രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകുകയാണോ, അതോ ഒരു ഡയലോഗിലാണോ നമ്മുടെ ക്ലാസ്സുകൾ മുൻപോട്ട് പോകുന്നത്? യെരുശലേം ദേവാലയത്തിലെ സൺഡേ സ്കൂൾ അതൊരു ഡയലോഗ് പ്ലേസ് ആയിരുന്നു. അല്ലാതെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്ററാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നും ടീച്ചർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറില്ല. ഫെസിലിറ്റേറ്റർ എന്നാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മെന്റോർ, അധ്യാപകൻ. കാരണം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അധ്യാപകൻ, ആരാണ് വിദ്യാർത്ഥി? അതുകൊണ്ട് ടീച്ചേഴ്സ് ആർ ഓൾസോ സ്റ്റുഡൻസ്. സോ ലെറ്റ് us യൂസ് ദ ടേം ഫെസിലിറ്റേറ്റർ. ഞാനിവിടെ സെമിനാരി പഠിപ്പിക്കുമ്പോൾ എൻ്റെ അസൈൻമെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഫെസിലിറ്റേറ്റർ ആണ്. കാരണം ഞാൻ പഠിച്ചു തീർന്നില്ല. ഐ ആം ഓൾസോ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. സോ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ട് വി ആർ ഫെസിലിറ്റേറ്റേഴ്സ്, നോട്ട് ദി ഓണേഴ്സ് ഓർ കസ്റ്റോഡിയൻസ് ഓഫ് നോളജ്. അറിവിന്റെ ഹോൾസെയിൽ വ്യാപാരി ഒന്നുമല്ല സൺഡേ സ്കൂൾ അധ്യാപകരോ അച്ഛന്മാരോ. വി ആർ ഓൾ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. വി ഓൾ സ്റ്റിൽ ലേൺ. നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു കോൺവെർസേഷന്റെ, സംഭാഷണത്തിന്റെ, സംവാദത്തിന്റെ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ സംസാരത്തിന്റെയും പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺവെർസേഷനിലാണ് പല കാര്യങ്ങളും നമ്മൾ ശരിയല്ല എന്നറിയുന്നത്. ഈ സെൽഫ് റൈച്ചസ് ആയ ആളുകളുടെ പ്രത്യേകത, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡിക്റ്റേറ്റിംഗ്, നോട്ട് ഇൻ ഡയലോഗ്സ്. എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, അവര് സെൽഫ് റൈച്ചസ് ആയ മനുഷ്യർ, അവർക്ക് ഡയലോഗിൽ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ദേ ഡോണ്ട് നോ നീഡ് ടു ലേൺ എനിത്തിങ്, ദേ ഓൾറെഡി നോ. അപ്പോൾ ഈ ഒരു കോൺവെർസേഷന്റെ ഒരിടമായി അവിടെ നിന്നതുകൊണ്ടാണ് യേശുവിന് 3 ദിവസം അവിടെ ഇരിക്കാൻ കഴിഞ്ഞത്. മൂന്നാമത്തേത്, സമയം ദീർഘിക്കുന്നു എന്നറിയാം, എന്നാൽ നിങ്ങൾക്കെല്ലാം ഊണ് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് എബിയുടെ കത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനൊരു 1-2 കാര്യങ്ങളോട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ് നീണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാകുന്നു, ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് എത്രത്തോളം അസ്വസ്ഥത നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്നു എന്നതോർത്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്നത്, യേശുവിൻ്റെ ചോദ്യം കേട്ടപ്പം അവിടെ നല്ലൊരു വാക്കുണ്ട്, അവർക്ക് വിസ്മയം തോന്നി. ദേ വെയർ അമേസ്ഡ്. ഒരു അധ്യാപകൻ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ വികാരം വിസ്മയമാണ്. നമ്മൾ ഞെട്ടും, നമുക്ക് ഷോക്കാണുള്ളത്, അമേസ്മെന്റ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ചു ചോദ്യങ്ങളിൽ വിസ്മയം കാണാൻ കഴിയുന്നുണ്ടോ? വിസ്മയിക്കാൻ കഴിയാത്ത ഞങ്ങളെ പഠിപ്പിച്ച പോത്തനച്ചനുണ്ട്. അഗൈൻ വീണ്ടും കോട്ടയം സെമിനാരിലെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനാണ് പോത്തനച്ചൻ. പോത്തനച്ചൻ 2 കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട. ഒന്ന്, നന്നായി പഠിപ്പിക്കും.
എന്നാൽ നന്നായി പഠിപ്പിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. സ്കറിയോണിച്ചിന്റെ കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം പറയും. അതിന്റെ കാരണം ഇത് കഴിയുമ്പോൾ ചോദ്യം ചോദിക്കാൻ അച്ഛൻ പറയും, എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇപ്പൊ ചോദ്യം ചോദിക്കുമ്പോ ഈ മണ്ഡലത്തിൽ പറയുന്ന പോലല്ല, ഉദിക്കുന്നില്ല, അസ്തമിച്ചിട്ടില്ല, അഭിപ്രായമാണ്, ഇങ്ങനത്തെ മറുപടിയൊന്നുമല്ല. എന്നാൽ ഈ പോത്തനച്ഛനോടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളൊരു അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ഞാനാണ് ചോദ്യം ചോദിക്കുന്നെങ്കിൽ ബാക്കി 16 പേരും വിചാരിക്കും ഇത് എന്തൊരു മണ്ടൻ ചോദ്യമാണ്, ഇതുപോലെ ഇവൻ അറിയത്തില്ല. അപ്പൊ ഇവരുടെ ഒരു നോട്ടമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒരു ലജ്ജയൊക്കെ തോന്നും. പക്ഷെ ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പം ഈ പോത്തനച്ഛൻ ഈ ചോദ്യത്തെ ഒന്ന് രസമായിട്ടൊന്ന് റീഫ്രൈസ് ചെയ്യും. അപ്പം നമ്മൾ ഞെട്ടിപ്പോവും, ഇത്രയും വലിയ ചോദ്യമായിരുന്നോ ഞാൻ ചോദിച്ചത്. വേണേ പറയാം, ഇതുമാതിരി മണ്ടൻ ചോദ്യം മേലെ ചോദിച്ചേക്കരുത്, നീയൊക്കെ എന്നെ എന്തോ പാടാ പഠി, നിന്നെയൊക്കെ ദൈവം തന്നെയാണോ വിളിച്ചത്, അതോ നിന്റെ അളിയനെ വിളിച്ചപ്പോൾ മാറിപ്പോയതാണോ എന്നൊക്കെ വേണമെങ്കിൽ എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയോ എന്നെ കളിയാക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ അച്ഛൻ അങ്ങനല്ല, ഒരു മണ്ടൻ ചോദ്യമാണെന്ന് ബാക്കി എല്ലാവർക്കും തോന്നും. പോത്തനച്ഛൻ പറഞ്ഞത് വണ്ടർഫുൾ, അമേസിങ്. എന്നിട്ട് ആ ചോദ്യത്തെ അച്ഛൻ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യും. അപ്പൊ നമുക്ക് പോലും നമ്മളെക്കുറിച്ച് ഒരു അഭിമാനം തോന്നും, എടാ ഇത്രയും നല്ല ചോദ്യമാണല്ലോ ചോദിച്ചത്. അച്ഛനെ മഹത്തായ ഒരു അധ്യാപകനാക്കുന്നത് ഈ പറയുന്ന എബിലിറ്റി ടു അമേസ് അറ്റ് ദ ക്വസ്റ്റ്യൻസ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മണ്ഡലത്തിലെ ചോദ്യം പോലെയല്ല, ഇത് വേറെ ചോദ്യമാണ്. നമുക്ക് വിസ്മയം, നമുക്ക് ഞെട്ടലുണ്ട്. ദൈവമേ, ഇതൊക്കെ വലുതാവുമ്പോ എന്തായിരിക്കും. നമ്മൾ അങ്ങനെയാണ്. ചില കൊച്ചു പിള്ളേരൊക്കെ ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ എൻ്റെ കർത്താവ്, ഇതൊക്കെ മൊട്ടയിലെ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ വലുതാവുമ്പോ നമ്മൾ ഞെട്ടുവാ. നമ്മുടെ ഞെട്ടല് കണ്ട് അവൻ പൊട്ടുവാ. നമുക്ക് വേണ്ടിയത് വിസ്മയിക്കാനുള്ള, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വേദഭാഗം. അവന്റെ ചോദ്യങ്ങളിൽ ഉപദേഷ്ടാക്കന്മാർക്ക് വിസ്മയം തോന്നി. നിങ്ങൾ എത്ര കൊല്ലം മുമ്പാണ് അവസാനം ഒന്ന് വിസ്മയിച്ചേ? ഒന്ന് പറയാമോ? എത്ര കൊല്ലം മുമ്പായിരിക്കും? സൺഡേ സ്കൂൾ വിട്, നമ്മുടെ പിള്ളേർ ചോദിക്കുന്ന ചോദ്യം. ആദ്യമൊക്കെ പിള്ളേർ ഇവിടെ ചോദിക്കടാ ഒരു 4 ചോദ്യം കഴിയുമ്പോൾ പോയി അവിടെ മടങ്ങിയിരിക്കടാ, അല്ലെ നിന്റെ അപ്പനോട് പോയി ചോദിക്കടാ, അല്ലെ നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. കാരണം ഈ ചോദ്യങ്ങൾ നമുക്കൊരു ഇറിറ്റേഷനാണ്. അല്ലെങ്കിൽ ചോദിക്കും, എൻ്റെ എടീ കേട്ടോ, നിന്റെ മോൻ, അതായത് നല്ല ചോദ്യം ചോദിക്കുമ്പോൾ നിന്റെ മോൻ, ബുദ്ധിപൂർവമായ ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മോൻ, നിന്റെ മോൻ ചോദിച്ച ചോദ്യം കേട്ട് ഇതൊക്കെ. അപ്പം തള്ള പറയും 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെട്ടി ഇരിക്കുക. എന്നാ നമുക്കൊന്ന് വിസ്മയിക്കാൻ കഴിയുക? വിസ്മയം തോന്നണമെങ്കിൽ സൺഡേ സ്കൂളിനെ നമ്മൾ ഒരു ഫാക്ടറി ആയിട്ടല്ല. ഈ ഫാക്ടറിയും ഗാർഡനും തമ്മിലുള്ള വ്യത്യാസം എന്തറിയാം? ഈ ഫാക്ടറിയിൽ ഒരേപോലുള്ള പ്രോഡക്റ്റുകളെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഗാർഡൻ എന്ന് പറയുന്നത് പല തരത്തിലുള്ള പൂക്കളുണ്ട്, പല മണം, പല നിറം, പല ഉയരത്തിലുള്ള. സൺഡേ സ്കൂൾ കുട്ടികളെ ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പോലെ കാണാൻ കഴിയണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെയല്ല. നാലാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ അത് നിർത്താം. ഈ യേശു അവിടെ 3 ദിവസം ഇരുന്നു. ഈ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വിസ്മയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് കേട്ടപ്പം അപ്പനും അമ്മയും ഞെട്ടി. പക്ഷെ അധ്യാപകർക്ക് വിസ്മയം തോന്നി. നാലാമത്തെ കാര്യം, ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്, ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് സദാചാരത്തിന്റെ മോറലിസ്റ്റ് അല്ല ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ. പിന്നെ എന്താണ് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്നത്? പ്രോഫറ്റ് ആണ്, പ്രോഫറ്റ്സ് ഓഫ് ജസ്റ്റിസ്. നമ്മൾ പലപ്പോഴും ഈ ആണും പെണ്ണും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടോട്ട് നോക്കി ഇവിടെ നോക്കി പലപ്പോഴും മോറലിസ്റ്റുകളാണ് സൺഡേ സ്കൂൾ അധ്യാപകരെന്ന് ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഒരു ആണായാലും പെണ്ണായാലും ഒരു എന്താ പറയാ, ഒരു ജെൻഡർ, എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിലുള്ള ഒരു കുട്ടി
ഒരു പെൺകുട്ടിയോടും മോശമായി പെരുമാറത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ മുഴുവൻ ഈ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. നമ്മുടെ കുഴപ്പം ആ ഉടുപ്പ് ശരിയല്ല, ഈ ഉടുപ്പ് ശരിയല്ല, ആ പാൻറ് ശരിയല്ല, ജീൻസ് ശരിയല്ല, ഇങ്ങനെ തുണിയുടെ കാര്യം പറഞ്ഞോണ്ടാ. അത് പറഞ്ഞാലുള്ള ഒരു കുഴപ്പം, നമ്മൾ അറിയാതെ ആൺകുട്ടികൾക്കൊരു ലൈസൻസ് കൊടുക്കുക. നിന്റെ കുഴപ്പമല്ലടാ, അവൾ അങ്ങനെ തുണി ഉടുത്തോണ്ടാ. ഏത് തുണി ഉടുക്കണം, എങ്ങനെ ഉടുക്കണം എന്നുള്ളത് ഒരാളുടെ പൗരാവകാശത്തിന്റെ ഭാഗമാണ്. ചില പ്രോട്ടോകോളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളൊരു സദാചാരവാദി ആകണം എന്നല്ല. സൺഡേ സ്കൂളിൽ ജെൻഡർ ജസ്റ്റിസ് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ യേശു 3 ദിവസം ഇരുന്നതിന്റെ കാരണം അവിടെ ജസ്റ്റിസ് ഉണ്ട്. എന്താണ് ജസ്റ്റിസ്? അധ്യാപകനായാലും കുട്ടിയായാലും ഒരേ സ്പേസിൽ അവരെ തുല്യർ. അതുകൊണ്ടാണ് യേശുവിന് 3 ദിവസം തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദം കിട്ടിയത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾക്കറിയാം, ഞങ്ങൾ അച്ഛന്മാർ ധാരാളം കുടുംബ വിഷയങ്ങളിൽ ഇടപെടുന്നവരാ. പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകും. എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, കഥ മുഴുവൻ പറയുന്നില്ല. കല്യാണം കഴിച്ച് 3 മാസം കഴിഞ്ഞപ്പം അവിടെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി അവരുടെ വീട്ടിൽ. എന്നെ ഫോൺ വിളിച്ചു, ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും, ഉടനെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു. കാരണം എങ്ങാനും ആത്മഹത്യ ചെയ്താൽ പോലീസ് നോക്കുമ്പോൾ അവസാനം വിളിച്ചത് എന്നെയാ. അപ്പൊ ഞാനും ഉണ്ടതിനും. അതുകൊണ്ട് ഞാൻ ഉടനെ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്ന് അപ്പൊ ഈ കൊച്ചിന്റെ കണ്ണാടി പൊട്ടി, ഇവിടെ ചോരയൊക്കെ വരുന്നുണ്ട്. ഒരു വശം അവൻ അടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഈ പയ്യൻ ഇവൻ എല്ലാ ഞായറാഴ്ചയും പള്ളി വരുന്നവനാ. ഞാൻ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ സംഗതികളുമായിട്ടാണ് ഇവൻ പള്ളി. അവന്റെ വേദപുസ്തകമുണ്ട്, ഇംഗ്ലീഷ് വേദപുസ്തകമുണ്ട്, മലയാളം. ഇനി ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ അവന് വെരിഫൈ ചെയ്യാൻ വേറെ 2 ബൈബിള്, പ്രസംഗം എഴുതാനൊരു പുസ്തകം, കുർബാനക്രമം, പരസ്യാരാധനക്രമം, ഇങ്ങനെ ഒരു കൊച്ചു സെമിനാരി ആയിട്ടാണ് അവൻ പള്ളിയിലോട്ട് വരുന്നത്. പക്ഷേ കെട്ടിയ ഭാര്യയോടുള്ള അവന്റെ പെരുമാറ്റം, പ്രാർത്ഥനയ്ക്ക് വരും, പള്ളി വരും, യുവജന സഖ്യത്തിന് വരും, എല്ലാം വരും. പക്ഷേ അവനോളം ഒരു വൃത്തികെട്ടവൻ വേറെ ഇല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ ഭാര്യ എന്നോട് പറച്ച ഈ പുള്ളിയുടെ ഏറ്റവും വലിയ വിനോദം മുഖത്ത് തുപ്പുക എന്നതാണ്. ഒരു എംടെക്കുകാരനാണ്, വലിയ ബിരുദമുള്ള ആളാണ്. അവന് വേദപുസ്തകത്തിലെ മുഴുവൻ വാക്യം അറിയാം. അവൻ ബിരുദ പരീക്ഷയ്ക്ക് ഫസ്റ്റ് കിട്ടിയവനുമായിരിക്കും. അവൻ ആ സൺഡേ സ്കൂൾ ടീച്ചറുടെ ഏറ്റവും നല്ല സ്റ്റുഡന്റുമായിരിക്കും. ഇങ്ങനെ കുറെ ബിരുദുകാരെ സംഘടിപ്പിക്കാനല്ല, അവൻ ഇറങ്ങുമ്പോൾ മനുഷ്യനായിട്ട് പോകണം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നീതിയുള്ള മനുഷ്യനായിട്ട് വരണം. എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാണും അവന്റെ ഭാര്യയെ തല്ലത്തില്ല. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയോടും പ്രേമം പറഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവളുടെ ദേഹത്ത് ആസിഡ് ഒഴിക്കത്തില്ല. ഉറപ്പുണ്ടോ? നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്തരം ചില കാര്യങ്ങൾ കൂടെയാണ്. അല്ലാതെ കുറെ വാക്യങ്ങൾ കാണാതെ പഠിപ്പിച്ചിട്ട് ഏറ്റവും വലിയ ഒരു വൃത്തികെട്ടവനായി അവൻ മാറിയാൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞ വാചകത്തിലേക്കാണ് വീണ്ടും വരുന്നത്. ഇത് ഒരു സംസ്കാരമാണ്. ഞാൻ അവസാനിപ്പിക്കുക. ശാന്തമായി നമ്മൾ നമ്മുടെ ഒരു ശുശ്രൂഷയെ ദൈവസന്നിധിയിൽ ഒന്ന് വേറെ ആരോടും പറയണ്ട, അച്ഛന്മാരോടും പറയണ്ട, നമ്മുടെ സഹ അധ്യാപകരോടും പറയണ്ട. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി, കർത്താവേ, എന്തോ ഒരു വലിയ ശുശ്രൂഷയാണ് നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേവലം പഠിപ്പിക്കുകയല്ല, ഒരു തലമുറയെ ഷെയ്പ്പ്. അതുകൊണ്ട് യു ആർ ഡീലിംഗ് നോട്ട് വിത്ത് എ ഫ്യൂ ചിൽഡ്രൻ, യു ആർ ഡീലിംഗ് വിത്ത് എ ജനറേഷൻ. ചെറിയ കാര്യമല്ല. നിങ്ങൾ 1 or 2 കുട്ടികളെ അല്ല പഠിപ്പിക്കുന്നത്, ഒരു തലമുറയാണ്. സോ ദ ഫ്യൂച്ചർ ഓഫ് എ ജനറേഷൻ ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കയ്യിൽ ഒരു തലമുറ.
ഏതുതരം സംസ്കാരം? അമ്മയുടെ ഗർഭപാത്രം പോലെ ഒരു സംസ്കാരം നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഉണ്ടായിരിക്കാം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിന് സാധിക്കണം. രണ്ട്, ഞാൻ പറഞ്ഞത് ഇതൊരു കോൺവെർസേഷന്റെ, ഒരു സംസാരത്തിന്റെ, സംഭാഷണത്തിന്റെ, ഡിക്റ്റേറ്റ് ചെയ്യുന്നതല്ല, ഡയലോഗിന്റെ സ്പേസ്. ഇറ്റ്സ് നോട്ട് എ ടൂം ബട്ട് എ വൂം. ഏറ്റവും അവസാനം പറഞ്ഞത് ഇതൊരു ഫാക്ടറി അല്ല, ഇതൊരു ഗാർഡനാണ്. വ്യത്യസ്തരായ കുഞ്ഞുങ്ങളുണ്ടാവാം, പാടാൻ അറിയാവുന്നവർ, പാടാൻ അറിയാത്തവർ, കറുത്ത കുഞ്ഞുങ്ങൾ, വെളുത്ത കുഞ്ഞുങ്ങൾ, ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ, ബുദ്ധി കുറവുള്ള കുഞ്ഞുങ്ങൾ, ഉയരമുള്ള കുഞ്ഞുങ്ങൾ, ഉയരമില്ലാത്ത കുഞ്ഞുങ്ങൾ, ICSE പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർ, വലിയ ധനിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ, പാവപ്പെട്ടവരിൽ നിന്ന് വരുന്നത്, ഇവരെ എല്ലാവരെയും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഒരു അധ്യാപകൻ ഒരു ഉദ്യാന പാലകനായി മാറുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും നല്ല മനുഷ്യനാവണം. അപ്പോഴാണ് നമ്മുടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ നിയോഗം പൂർണ്ണമാവുന്നത്. അത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചു, തുടർന്നും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ എന്നെ കേൾക്കാൻ മനസ്സ് കാണിച്ചതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങൾ കാണിച്ച ക്ഷമ നിങ്ങളോട് കാണിക്കാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് തന്നെ നിങ്ങൾ അവർക്കും ചെയ്യും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.